ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും കുടുംബത്തിനൊക്കെ സുഖമാണ്, റാഹത്താണ്, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പ്രത്യേകം പറയാണ്, ദുആയിൽ ഉൾപ്പെടുത്തുക. എല്ലാ ദുആയിലും എന്നെയും എൻ്റെ കുടുംബത്തിനെയും എല്ലാവരും ഉൾപ്പെടുത്തണം. അതേപോലെ എൻ്റെ ദുആയിലും എല്ലാവരും ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാനിന്ന് വന്ന വീഡിയോ എന്താ അറിയോ, പിന്നെ ഒരു ചെറിയ കുഞ്ഞ് സൂറത്താട്ടോ, ഖുർആനിലൊരു കുഞ്ഞ് സൂറത്തിൻ്റെ ഫലമാട്ടോ. അത് എനിക്ക് ഒരുപാട് തവണ ഞാൻ പരീക്ഷ നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സൂറത്ത് ഞാൻ ഓതിയിട്ട്. അപ്പോൾ അത് ഏത് സുഹൃത്തായിട്ട് ഞാൻ പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ എൻ്റെ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കട്ടെ. ഞാൻ ചെറിയ വീഡിയോ ഞാൻ എടുത്തത് ഫുള്ളും 5 മിനിറ്റ് 4 മിനിറ്റ് 3 മിനിറ്റുള്ള വീഡിയോ ഞാൻ എടുത്തത്. പിന്നെ അപ്പോൾ അത് പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യം ഞാൻ സാധിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ മക്കൾക്കായാലും എനിക്കായാലും ഒക്കെ ഈ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസാണെങ്കിലും ദിക്റാണെങ്കിലും സ്വലാത്താണെങ്കിലും അതേപോലെ ഖുർആൻ ഓതിയിട്ടാണെങ്കിലും എന്താണെങ്കിലും അപ്പം എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്മ ഷെയർ ചെയ്ത് നമുക്കൊരുപാട് അനുഗ്രഹം, എന്താ പറയുക, ഒരുപാട് നേട്ടങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടും അല്ലേ. നമ്മൾ കാരണം ഒരാൾ നല്ലൊരു ചിന്തയിലേക്ക് വന്നാൽ നല്ലൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും പിന്നെ അല്ലേ, ഒന്നുമില്ലെങ്കിൽ ഒരു എന്താ അൽഹംദുലില്ലാ എന്നങ്ങനെ ഒരാൾ നമ്മൾ കാരണം പറഞ്ഞാൽ അപ്പോൾ അതിന് ഒരുപാട് ഫലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ കാരണം കേട്ടോ. അപ്പം ഈ ഒരു കുഞ്ഞ് സൂറത്താണ് കേട്ടോ. ഈ ഒരു കുഞ്ഞ് സൂറത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, കുറേ മുമ്പ് ഒരു 6 വർഷം മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ. ഏതൊരു സ്ഥലത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ മനസ്സിലോർത്ത് ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യേണ്ടതില്ലേ, നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് കേട്ടോ, മഴ പെയ്യുന്ന സമയത്ത് ഉളൂ ചെയ്തിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സംസാരിക്കുകയൊന്നും ചെയ്യാതെ, കുഞ്ഞ് സൂറത്തല്ലേ പെട്ടെന്ന് കഴിയുമല്ലോ, സംസാരിക്കുകയൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് നമ്മൾ എന്താക്കുക അറിയാം, പിന്നെ നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ പിന്നെ കരുതുക, റബ്ബിനോട് പറയുക, റബ്ബേ എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, അതെനിക്ക് റബ്ബ് സാധിപ്പിച്ച് തരണം. ഇത്രയും വർഷങ്ങളായിട്ടുള്ളതാണ്, ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്, എന്താണ് നമ്മൾ ആഗ്രഹിച്ചത് റബ്ബിനോട് പറയുക. പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരുന്നിട്ട് സംസാരിക്കാതെ നോക്കുക. അല്ലെങ്കിലും ഖുർആൻ ഓതുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഖുർആൻ ഓതുകയാണെങ്കിൽ നമ്മളത് നിർത്തി വെച്ചിട്ട് ഖുർആൻ അടച്ചു വെച്ചിട്ട് സംസാരം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഖുർആൻ ഓതാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അതൊക്കെ ഒരു ഖുർആനൊരു മര്യാദയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആരോടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത്, റബ്ബിനോടല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു മര്യാദ നമ്മൾ ദുആയിലായാലും പ്രാർത്ഥനയിലൊക്കെ നമ്മൾ കാണിക്കണം. ഇപ്പം ചെറിയ മക്കളൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറക്കി കിടത്തിയിട്ട് ആ സമയത്ത് ഓതുക. അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെയാണ് പറഞ്ഞാൽ മനസ്സിലാകുന്ന മക്കളാണ് നമ്മൾ എന്ത് ചെയ്യുക, മക്കളോട് പറയാം അമ്മ ചിന്ന കാര്യം ചെയ്യാണ്, സംസാരിക്കാൻ വരരുത്, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞാൽ മതി. ഞാനങ്ങനെ ചെയ്യൽ. അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കുക. നിങ്ങളെ ആഗ്രഹങ്ങൾ ഏതാണ്, നടക്കാതെ പോയ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ, മനുഷ്യരാണെങ്കിലും ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും, ചെറുതായിട്ടും വലുതായിട്ടൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അത് മനസ്സിൽ കരുതിയിട്ട് റബ്ബിനോട് ആദ്യം പറയുക, ഞാൻ ഇന്ന സൂറത്ത് ഞാൻ ഓതുക റബ്ബേ, അപ്പോൾ എൻ്റെ ഈ ആഗ്രഹം നീ നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൂറത്ത് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഒളു ചെയ്തിട്ട് ഒരു സ്ഥലത്ത് മാറിയിരുന്നിട്ട് ചൊല്ലി നോക്ക്. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും ഫലം കിട്ടും. എനിക്ക് കിട്ടിയതാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഈ ഒരു സൂറത്ത് ഓതിയിട്ട് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ പരീക്ഷിച്ച് നോക്ക് കേട്ടോ. പിന്നെ അതേപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നല്ല വീഡിയോസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്മ നമ്മൾ ആർക്ക് പറഞ്ഞു കൊടുത്താലും ചെയ്യാൻ പറഞ്ഞാലും, ഇപ്പോൾ നിസ്കരിക്കാത്ത ഒരാളോട് നിസ്കരിക്കാൻ പറഞ്ഞു നോക്ക്, ആ നിസ്കരിക്കുന്നതിൻ്റെ ഒരു ഗുണം നമുക്കും കിട്ടും. അതേപോലെ ഖുർആൻ ഓതാത്ത ആളോട് ഖുർആൻ ഓതാൻ പറയുക. നല്ല നല്ല കാര്യങ്ങൾ ദിക്റാണെങ്കിലും സ്വലാത്താണെങ്കിലും ഇന്ന കാര്യം ചെയ്തു നോക്ക്, നല്ലതാണ്. നമുക്ക് ഓരോരുത്തർ പറഞ്ഞു കൊടുത്താലും നമ്മൾ നന്മ മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഒരുപാട് അനുഗ്രഹമുള്ള കാര്യമാണല്ലേ. ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മളെ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ റബ്ബ് നീക്കിത്തരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തിനാ അറിയോ ലൈക്ക് ചെയ്യുന്നത്? ഒരുപാട് ലൈക്ക് ഉള്ള വീഡിയോസ് യൂട്യൂബ് തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും, കാണുന്ന അത്ര ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. അതേപോലെ ഈ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാവരും കമൻറ്റ് ഇടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാം. പിന്നെ പ്രത്യേകം പറയുകയാണ്, ദുആയിൽ ഉൾപ്പെടുത്തണം എന്നെയും മറ്റു മക്കളെ എല്ലാവരും, കുടുംബത്തിനെയോ എല്ലാ പിന്നെ ലോകത്തുള്ള എല്ലാ മുഅ്മിനാത്തുകളൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം കേട്ടോ.
പിന്നെ സലാം പറഞ്ഞതിന് ശേഷമാണ് ഓർമ്മയായത്. നിസ്കാരം കറക്റ്റ് നിർവഹിക്കാൻ നോക്കുക. നിസ്കാരം എന്ത് കാരണം പറഞ്ഞാൽ നിസ്കാരം മുടക്കരുത്. എത്ര തിരക്കാണെങ്കിലും നിസ്കരിക്കുക. പിന്നെ ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എവിടെ യാത്ര പോയാലും നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം എല്ലാ സ്ഥലത്തുണ്ടല്ലോ. സ്ത്രീകൾക്കായാലും ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട്. അപ്പോൾ എവിടെ നമ്മൾ യാത്ര നമുക്ക് സുന്നത്താണ്. റബ്ബ് എന്താ പറയുക, യാത്ര ചെയ്യാൻ എന്താ വിഷമവും പ്രയാസമുള്ളവർക്കോടൊക്കെ യാത്ര ചെയ്താൽ തന്നെ ഒരുപാട് നമുക്ക് മാറൂലേ. അപ്പോൾ യാത്ര ഒരു അനുഗ്രഹമാണ്. അപ്പോൾ എന്താ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ഇത് മുടക്കരുത്. അതുപോലെ വീട്ടിലെ പണി അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാമെന്ന് തോന്നുന്ന ചെയ്യരുത്. എപ്പോഴാണെങ്കിലും കറക്റ്റ് നിസ്കാരം ശ്രദ്ധിക്കട്ടെ. 5 മിനിറ്റ് പോരെ അല്ലേ. ഇത്രയും ഒരു 24 മണിക്കൂറിൽ ഒരു 5 മിനിറ്റ് റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ എന്താക്കുക, നല്ല ഇതിൽ നിന്ന് നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.